സർ, നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി അമേരിക്കയിലെ വൈസ് പ്രസിഡന്റ് മക്കളുടെ മുത്തശ്ശനായി മാറിയിരിക്കുകയാണ്. ഒരു വല്ലാത്ത അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഒരു കൗതുകം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് അല്ലേ? ഈ നരേന്ദ്രമോദി എവിടെ ചെന്നാലും അവിടെ മുഴുവനങ്ങ് കവർന്നെടുക്കും, ജനങ്ങളുടെ ഒരു അംഗീകാരം നേടും. അങ്ങനെ വേണം യഥാർത്ഥത്തിൽ. അതൊരു അണികളിലൊരു വലിയ ആവേശം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പം ഇവിടെ മുത്തച്ഛന് എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ കണ്ടത്, സ്കൂളിൽ പോകുന്ന കുട്ടികളുടെയൊക്കെ, ആദ്യമായി സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുടെ ചിത്രമൊക്കെ കൊടുത്തിരിക്കുന്ന പത്രങ്ങളൊക്കെ കണ്ടു. അതിൽ ഒരു പത്രത്തിൽ കേരളകൗമുദിയിലാണ് വയനാട്ടിൽ ദുരന്ത സമയത്ത് ഒറ്റപ്പെട്ടു പോയ ഒരു കുട്ടിയുടെ അടുക്കൽ മോദി ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞ് ആ കുട്ടിയും മോദിജിയും കൂടി കുറേ നേരം കളിക്കുന്നത് വലിയ പ്രചാരത്തിൽ വലിയ ശ്രദ്ധയാകർഷിച്ച ഒരു ചിത്രമാണത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ താടിയിലൊക്കെ ആ കുട്ടി ഇങ്ങനെ കൊഞ്ചിക്കൊണ്ട് പിടിക്കുകയും ഇതൊക്കെയോ സംസാരിക്കുകയും ഒക്കെ. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോടാണ് ഇത്തരത്തിൽ കളിക്കുകയും കൊച്ചുങ്ങൾ അവരുടെ കളിപ്പാട്ടമായിട്ട് കാണുകയും ചെയ്യുന്നത്. പക്ഷെ അത് അദ്ദേഹം ആസ്വദിക്കുന്നുണ്ട്. പലപ്പോഴും അദ്ദേഹം നമ്മൾ അല്ലാത്ത മീറ്റിങ്ങുകളിലൊക്കെ ഇപ്പോൾ ഇന്നലത്തെ ഒരു ഇതേപോലെ സമ്മേളനത്തിൽ അദ്ദേഹത്തിനെ അഭിവാദ്യം ചെയ്യുന്ന ഇങ്ങനെ ഒരു കുഞ്ഞ് കൈ ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ കുറേ നേരമായിട്ട് കൈ ഉയർത്തി ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നു, കൈ ഇങ്ങനെ പൊക്കി ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മോദി പ്രസംഗിക്കുകയാണ്, ഭയങ്കര ജനത്തിരക്കാണ്. അപ്പോൾ പ്രസംഗിക്കുന്നതിൻ്റെ ഇടയിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവിച്ചത്. അപ്പോൾ മോദി കുട്ടിയെ കാണുകയും എന്നിട്ട് മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു, മോനെ നിൻ്റെ കൈ താത്തിട്, നിൻ്റെ കൈ കഴയ്ക്കും, നിൻ്റെ കൈ വേദനിക്കും, അതുകൊണ്ട് നീ കൈ താത്തിടുന്നു പറഞ്ഞു. അപ്പോൾ അത്രയും വലിയ പ്രസംഗത്തിനിടയിൽ ആ കുഞ്ഞിനെ കാണുകയും അത് ആ വലിയ, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രസംഗം അല്ലെങ്കിൽ അദ്ദേഹം എന്തിനാണ് വന്നത്, വലിയൊരു ഫംഗ്ഷൻ ആയിരിക്കുമല്ലോ അല്ലെങ്കിൽ മീറ്റിംഗ് ആയിരിക്കുമല്ലോ. അപ്പോൾ പ്രാധാന്യമുള്ള ആ വിഷയത്തിൻ്റെ ഇടയിലും അദ്ദേഹം ആ കുഞ്ഞിനെ ശ്രദ്ധിക്കുകയും കുഞ്ഞിനോട് കൈ താത്തിടാൻ പറയും, അത് അനുസരിക്കുകയും ചെയ്തു. അതുവരെ വലിയൊരു ശ്രദ്ധയാകർഷിച്ചു. കുട്ടികളോട് അദ്ദേഹത്തിന് ഒരു വല്ലാത്ത സ്നേഹമാണ്. ഇപ്പോഴും അത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്. പക്ഷെ അതിനെ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാർ പ്രതിപക്ഷമൊക്കെ അദ്ദേഹത്തിൻ്റെ കള്ളക്കളി എന്ന് പറഞ്ഞാൽ നമുക്കത് അറിയാം. ഇപ്പം വൈസ് പ്രസിഡന്റിന്റെ കുട്ടികളോട് കാണിച്ചത് ഒരു ഇത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ഭാര്യ ഉഷ വാൻസ് ആണെന്ന് തോന്നുന്നു ഇത് പുറത്തു വിട്ടത്. അതെ, അത് ഇപ്പം അവരുടെ 3 കുട്ടികളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ്. അപ്പം ഉഷ വാൻസിൻ്റെ വാക്കുകൾ തന്നെയാണ് ഇത്. മോദി ഞങ്ങളുടെ മക്കളുടെ മുത്തശ്ശനാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇപ്പം വലിയ ഇടങ്ങളിലെ കുട്ടികളെ മാത്രമല്ല മോദിജി ചേർത്ത് നിർത്തുന്നത്, എല്ലാവരെയും ഒരേപോലെ കാണുന്നു. അതാണ് ഞാൻ ഈ വയനാട് കൂടി എടുത്തു പറഞ്ഞത്. ചൂരൽമല ഇന്നലെ കഴിഞ്ഞ ദിവസം സംഭവിച്ച സംഭവം ഈ അണികളുടെ ഇടയിൽ, അതായത് ഇത്രയും പ്രവർത്തകരുടെ ഇടയിൽ ആ കുട്ടി ഇങ്ങനെ കൈവീശി കാണിക്കുകയാണ് അദ്ദേഹം വന്നപ്പോൾ. അത് സാധാരണ കുടുംബത്തിലെ ഒരു കുട്ടി, അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വന്നതാണ്, അദ്ദേഹത്തിൻ്റെ ഫാനാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാടുണ്ട് കുട്ടികളുടെ, കൊച്ചു കുട്ടികളെയൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഒരു വല്ലാത്ത സ്നേഹമാണ്. അതായിരിക്കണം ഒരു ഭരണാധികാരി അല്ലേ? ഇത് പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. നരേന്ദ്രമോദി ഈ ഇദ്ദേഹത്തിൻ്റെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ എപ്പോഴും ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന വിഭാഗക്കാരെ കുറിച്ചുകൂടി പറയാറുണ്ട്. അതിൽ നിന്നുള്ള ഓരോരുത്തരെ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ഉള്ളവരെ അതിൽ പരാമർശിക്കും. അത് മുകൾ തട്ടിലുള്ളവരെ എന്നല്ല, താഴെ തട്ടിലും ജീവിതത്തിൻ്റെ വ്യത്യസ്ത തുറകളിലുള്ളവരെ മോദിജി ഇത്തരത്തിൽ അതിലൂടെ പരിചയപ്പെടുത്തി കൊണ്ടുവരും. അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് കേരളത്തിലും. ഒരുപക്ഷെ അദ്ദേഹം താഴേക്കിടയിൽ ജീവിച്ചു വന്നതുകൊണ്ടായിരുന്നു ചായക്കടക്കാരെന്ന് പലരും കളിയാക്കുമ്പോഴും അദ്ദേഹം ഏറ്റവും സാധാരണ രീതിയിൽ ജീവിച്ച് വളർന്ന് അപ്പോൾ കുറച്ചുകൂടി അദ്ദേഹത്തിന് താഴേക്കിടയിലുള്ള ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്നു. അല്ല, ഇത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, സമ്പന്നരുടെ മാത്രം പ്രധാനമന്ത്രിയല്ല. ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെയും ഏരിയയിൽ കഴിയുന്നവരുടെയും കൊട്ടാരത്തിൽ കഴിയുന്നവരുടെയും ഒക്കെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ എല്ലായിടങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു ശ്രദ്ധ പതിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് അതിനകത്തൊരു വേർതിരിവ് അദ്ദേഹം ഒരിക്കലും ഉണ്ടാക്കി വയ്ക്കത്തില്ല. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. ഇപ്പോൾ മൻ കി ബാത്തിൽ തന്നെ അദ്ദേഹം കേരളത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്
ഈ വേമ്പനാട്ട് കായലിൽ വള്ളത്തിൽ പോയി ഈ പലരും ഉപേക്ഷിക്കപ്പെട്ട ഈ പ്ലാസ്റ്റിക് സാധനങ്ങൾ കുപ്പികളൊക്കെ പിറക്കി എടുത്തു കൊണ്ടുവരുന്ന ഒരാളെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം അതിനകത്ത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ആരെങ്കിലും അറിയുമായിരുന്നു. കോവിഡ് സമയത്താണ് ഞാൻ മൻ കി ബാത്ത് ഞാൻ പതിവായി കേൾക്കാറുണ്ട്. ഇപ്പം 122 ലക്കമായിട്ടുണ്ടെന്ന് തോന്നുന്നു. 100-ാം ലക്കം വലിയ ആഘോഷമായിരുന്നു. പ്രധാനമന്ത്രി ആദ്യം ഈ മൻ കി ബാത്ത് തുടങ്ങിയ സമയത്ത് അതിനെ ഈ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പരിഹസിച്ചതാണ്. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച 11 മണിക്കാണ് ഹിന്ദിയിൽ, അത് കഴിഞ്ഞിട്ട് 11:30 അതാത് സംസ്ഥാനങ്ങളിലെ അവരുടെ പ്രാദേശിക ഭാഷകളിലും അത് പ്രക്ഷേപണം ചെയ്യും. റേഡിയോയിലാണ് പ്രധാനമായിട്ടും, ടെലിവിഷനിലും കൂടി ഉണ്ടത്. അപ്പം അദ്ദേഹം ഇതിനകത്തെ ഈ പല പല കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത് ഈ മൻ കി ബാത്തിലൂടെ. അപ്പോൾ ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ അതിനകത്ത് പരാമർശിക്കും. ഒരിക്കൽ കോവിഡ് സമയത്ത് അദ്ദേഹം ഒറീസയിലോ മറ്റോ ഉള്ള ഒരു സാധാരണ ഒരു 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 കർഷകന് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരുപാട് ഭൂമിയും കാര്യങ്ങളൊന്നുമില്ല, മറ്റു ജോലികളും ഒക്കെ ചെയ്ത് ഒരു ഷീറ്റൊക്കെ ഇട്ട വീട്ടിലാണ് കഴിയുന്നത്. ഒരു 5-6 കുട്ടികളുമൊക്കെ ഉണ്ട്, ഭാര്യയുണ്ട്. ഇദ്ദേഹം എവിടുന്നോ ആരുടെയെന്നോ ഒരു 3000 രൂപയോ 5000 രൂപ എന്തോ കടം വാങ്ങി, ലോണായിട്ട് പോലും വാങ്ങിച്ചിട്ട് പോയി ഒരു സ്മാർട്ട് ഫോൺ വാങ്ങി. അതിൽ അദ്ദേഹം അവിടുത്തെ ഈ ജീവിത രീതികളും ഭക്ഷണ രീതികളും ഒക്കെ യൂട്യൂബിൽ അങ്ങ് അപ്ലോഡ് ചെയ്തു. അങ്ങനെ അതൊരു ചാനലായി. ഐസക് മുണ്ട ഈറ്റിങ്സ് എന്നാണ് ആ ചാനലിൻ്റെ പേര് തന്നെ. ഇപ്പോഴും നമ്മൾ കയറി നോക്കിക്കഴിഞ്ഞാൽ ഒരു വീഡിയോ ഒക്കെ 1.5 ലക്ഷം പേര് 2 ലക്ഷം പേരൊക്കെയാണ് കണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞിടയ്ക്ക് നോക്കിയപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ, ഞാൻ പുതിയ കാറ് വാങ്ങിച്ചു എന്നും പറഞ്ഞ് അദ്ദേഹവും ഭാര്യയും മക്കളും എല്ലാം കൂടെ കാറിലിരിക്കുന്നു. കാറെന്ന് പറഞ്ഞാൽ വില കൂടിയ കാറ് വാങ്ങിച്ചെന്നല്ല, സാധാരണ ഒരു വീട്ടുകാർക്ക് പറ്റിയത്. അപ്പോൾ അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ പടി കയറിയിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളത് അറിഞ്ഞത്? ഇങ്ങനെ അവഗണിക്കപ്പെട്ട് നിൽക്കുന്നവരെ ഇദ്ദേഹം ചേർത്ത് നിർത്തും, അത് നമ്മളുടെ അടുക്കലേക്ക് പരിചയപ്പെടുത്തി തരും. അപ്പോൾ ഇതൊരു പക്ഷേ ഞാനിത് പറയുമ്പോൾ ഈ വീഡിയോ കാണുന്നവർ ചിലപ്പോൾ ആരെങ്കിലും കയറി സെർച്ച് ചെയ്യാം ഐസക് മുണ്ട ഈറ്റിംഗ്. അപ്പോൾ ആ വീഡിയോ കാണും, അദ്ദേഹത്തെക്കുറിച്ച് അറിയും. അതാണ് മൻ കി ബാത്തിൻ്റെ ഓരോ ലക്കവും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ പറഞ്ഞതിൻ്റെ എന്ന് വെച്ചാൽ നരേന്ദ്രമോദി ഈ ലോകത്ത് ഏത് കോണിൽ പോയാലും അദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു അടയാളം അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. അവിടെ അവരെ അംഗീകരിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെയുള്ള മലയാളികൾ മാത്രമല്ല, അവിടെയുള്ളവർ പോലും അദ്ദേഹത്തെ എതിരേൽക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കും എന്നുള്ളതാണ്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ വന്നിട്ടുള്ളപ്പോഴും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കേരളത്തിൽ പല ദുരന്തങ്ങളുണ്ടായ സമയത്തും അദ്ദേഹം ഓടിയെത്തിയിട്ടുണ്ട്. ഇപ്പം വയനാട് ചൂരൽമല, പിന്നെ അതുപോലെ തന്നെ പരവൂർ വെടിക്കെട്ട അപകടം, ആ സമയത്തും അദ്ദേഹം ഓടിയെത്തുകയുണ്ടായി. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട വിശേഷ അവസരങ്ങളിലുമൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ട്. ഇപ്പം ലോകത്തിനു മുന്നിൽ തുറന്നു കൊടുത്ത വിഴിഞ്ഞം തുറമുഖം, അവിടെയും എത്തി എന്നുള്ളതാണ്. അപ്പം എല്ലാവരും പറയും നരേന്ദ്രമോദി അത് പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ആളുണ്ടല്ലോ, അങ്ങനെയല്ല. പക്ഷെ നരേന്ദ്രമോദി കുട്ടികളെ എങ്ങനെ കയ്യിലെടുക്കുന്നു എന്നുള്ളതും കൂടി നോക്കണം. കുട്ടികൾക്ക് ആകർഷണീയമായിട്ടുള്ള ഒരു വ്യക്തിയായി മാറുകയാണ്. അതൊരു പക്ഷേ നമ്മുടെ കേരളത്തിലെ ചില പ്രധാനപ്പെട്ട വ്യക്തികൾ, ചില നേതാക്കൾ, നമ്മുടെ പ്രധാനപ്പെട്ട വ്യക്തി മുഖ്യമന്ത്രി പോലും കണ്ടുപിടിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. കുട്ടികളോടെങ്കിലും കുറച്ചൊരു, അദ്ദേഹത്തിന്റെ മുഖം ഒന്നും ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. നമ്മുടെ എനിക്ക് തോന്നുന്നു മിക്കവാറും നരേന്ദ്രമോദിയുടെ ജന്മദിനം കുട്ടികളുടെ ശശിദിനമായി, മറ്റൊരു ശശിദിനമായിട്ട് ആഘോഷിക്കും. ജവഹർലാൽ നെഹ്റു ഒന്നും ഇത്രയൊന്നും കുട്ടികളോടൊന്നും വലിയൊരു അടുപ്പമൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഇതൊക്കെ കോൺഗ്രസ്സുകാർ, നെഹ്റു കുടുംബം ഉണ്ടാക്കി വെച്ചതല്ലേ. അത് മുഴുവൻ എന്തായാലും തകർത്തെറിയും. എന്നാലും സാറിൻ്റെ ഈ വാക്കുകൾ ഇനി മറ്റൊരു തലത്തിലേക്ക് കടന്ന് ഇതിൻ്റെ താഴെ കുറേ കമൻറ്റുകൾ വരാതിരിക്കട്ടെ.